അപ്പോൾ നമ്മളിത് ബാക്ക് പാർട്ടാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ബാക്കിൽ സിബ് വയ്ക്കുന്നത് കൊണ്ട് തന്നെ ഈ അരുവത്ത് ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് വേണം നമ്മൾ ബാക്കിയുള്ളത് മാർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ ഷോൾഡർ വരുന്നത് 14 ആണ്. 14ൻ്റെ പാതി വരുന്നത് 7 ഇഞ്ചാണ്. ഇവിടെ ബാക്ക് നെക്ക് കൊടുക്കാൻ പോകുന്നത് 6 ഇഞ്ചാണ്. 6 ഇഞ്ച് വരുമ്പോൾ നമ്മൾ ബാക്ക് നെക്ക് 6 ഇഞ്ച് വരുമ്പോൾ നമ്മൾ ഷോൾഡറിൽ അഡ്ജസ്റ്റ് ചെയ്യണം. 1 ഇഞ്ച് നമ്മൾ കുറയ്ക്കണം. അപ്പോൾ 1 ഇഞ്ച് കുറയ്ക്കുമ്പോൾ 6 ഇഞ്ച്, 6 ഇഞ്ചാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യേണ്ടത്. നമ്മൾ ബോഡിയിൽ നിന്ന് മെഷർമെൻറ്റ് എടുക്കുമ്പോൾ ആം ലെങ്ത്ത് നിന്ന് മണ്ട് ലെങ്ത്ത് എടുക്കും. അത് ഇവിടെ നിന്ന് താഴത്തോട്ട് അത് എത്രയാണോ വരുന്നത് അതാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് 5 ഇഞ്ചാണ്. ആ 5 ഇഞ്ചിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ചും കൂടെ കൂട്ടി 5 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്യാം. അപ്പോൾ പലവരുടെ ബോഡിയിൽ നിന്നും എടുക്കുന്ന മെഷർമെൻറ്റ് വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ എടുക്കുന്നതിനനുസരിച്ചിട്ട് അത് മാർക്ക് ചെയ്യാം. പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഇവിടെ എത്രയാണോ അതാണ് ഇവിടെ മാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെയല്ല മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ. അതേപോലെ ആം റൗണ്ട് എത്രയാണോ വരുന്നത് അതിൻ്റെ പാതിയല്ല ഇവിടെ മാർക്ക് ചെയ്യേണ്ടത്. അതും ഇതും വ്യത്യാസം ഉണ്ട്. ഇനി നമ്മൾ ചെസ്റ്റ് ലൈൻ വരച്ചു കൊടുക്കാം. ഇപ്പം 5.5 ഇത് താഴത്തോട്ട് മാർക്ക് ചെയ്ത് കൊടുത്തെന്നാണ് നമ്മൾ ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പം ചെസ്റ്റ് ലൈനായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എൽ സ്കെയിൽ ഉണ്ടെന്ന് വെച്ചാൽ വളരെ ഉപകാരം ആയിരിക്കും. അപ്പോൾ ഈ കുട്ടിക്ക് ചെസ്റ്റ് റൗണ്ട് വരുന്നത് 31ആണ്. 31 വരുമ്പോൾ 31ൻ്റെ 4/1 7.75 വരുന്നത്. അപ്പോൾ 7.75 നമ്മളിവിടെ മാർക്ക് ചെയ്യും. 7.75 മാർക്ക് ചെയ്തു. അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച് നമ്മൾ ലൂസും കൊടുത്തു, 1 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പിനും കൊടുത്തു. ഷോൾഡർ സ്ലോപ്പ് നമ്മളൊരു 1/4 ഇഞ്ച് വിടുന്നുള്ളൂ. 1/2 ഇഞ്ച് നമ്മൾ ഉള്ളിലേക്ക് തയ്ച്ച് പോകും. അതിൻ്റെ അവിടം തൊട്ട് ഇവിടം വരെ ഭാഗം മടക്കി വെച്ചിട്ട് അതിൻ്റെ മിഡ് പോയിന്റ് കാണാം. ഇവിടെ പോയിന്റും ഈ പോയിന്റും കൂട്ടി യോജിക്കുന്ന രീതിയിൽ ഒരു റൗണ്ട് വരച്ചു കൊടുക്കണം. ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് ഒരു 5 ഇഞ്ച് 1/2 ഇഞ്ച് പോയിന്റ് 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഈ പോയിന്റും വരത്തക്ക രീതിയിൽ ഒരു റൗണ്ട് അങ്ങ് വരച്ചു കൊടുക്കാം. ഇതിന് മുകളിലോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇത്രയാണ് ആം റൗണ്ട് വരുന്നത്. ഇനി നമുക്ക് ഇവിടെ നിന്ന് മുകളിൽ നിന്ന് താഴത്തോട്ട് ഷോൾഡറിൽ നിന്നും താഴത്തോട്ട് ബ്രസ്റ്റ് പോയിന്റ് വരുന്നത് ബാക്ക് പാർട്ടാണ്. അങ്ങനെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ മാർക്ക് ചെയ്യണം മാത്രം. ബ്രസ്റ്റ് പോയിന്റ് വരുന്നത് 9 ഇഞ്ചാണ്. 9 ഇഞ്ചിൽ നിന്ന് 1/2 ഇഞ്ച് കൂട്ടി 9.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. അവിടെ നിന്നൊരു ലൈൻ വരച്ചു കൊടുക്കാം. പലരും പല രീതിക്കാണ് സ്റ്റിച്ചിങ് മെത്തേഡ് യൂസ് ചെയ്യുന്നത് വരയ്ക്കുന്നതും. ഞാനും വേറെ രീതിക്കാണ്. അപ്പോൾ ഇവിടെ ബ്രസ്റ്റ് റൗണ്ട് വരുന്നത് 32ൻ്റെ 4/1 വരുന്നത് 8 ഇഞ്ചാണ്. ആ 8 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്യാം. കൂടെ ഒരു 1/2 ഇഞ്ച് ലൂസ് കൊടുക്കുക, 1 ഇഞ്ച് ഒരു തയ്യൽ തുമ്പും കൊടുക്കാം. പിന്നെ ഇവിടെ നിന്ന് നമുക്ക് മൊത്തം ടോട്ടൽ അംബ്രല്ല ഡ്രസ്സാണല്ലോ അത്. അപ്പോൾ യോക്ക് പോർഷൻ ഒരു 13 ലെങ്ത്തിലാണ് എടുക്കുന്നത്. 13 വരുമ്പോൾ നമ്മളൊരു 14ലാണ് നമ്മൾ എടുക്കുക കേട്ടോ. അപ്പം മുകളിൽ നമ്മൾ സ്റ്റിച്ചിങ് ചെയ്ത് പോവും, താഴത്തും സ്റ്റിച്ചിങ് ചെയ്ത് പോവും. അപ്പം ഒരു 14.5 നമ്മൾ എന്തായാലും എടുക്കണം. അപ്പോൾ 14.5 ഞാനിവിടെ താഴത്തോട്ട് മാർക്ക് ചെയ്യാണ് വേസ്റ്റ് ലൈനായിട്ട്. അങ്ങനെ ഈ വേസ്റ്റ് ലൈൻ നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ നമ്മൾ മുകളിലോട്ട് അടിച്ചും താഴത്ത് ജോയിൻ ചെയ്യാനും കൂടെ വരുമ്പോൾ അതങ്ങ് കുറഞ്ഞു പോകും. ഇവിടെ വേസ്റ്റ് റൗണ്ട് വരുന്നത് 26 ഇഞ്ചാണ്. 26 ഇഞ്ചാണ്. ഇപ്പോൾ 26 ഇഞ്ചിൻ്റെ 4/1 ഭാഗം വരുന്നത് 6.5 ഇഞ്ചാണ്. 6.5 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നു. 1/2 ഇഞ്ച് ലൂസ് കൊടുക്കുന്നു, 1 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ബാക്ക് പോർഷൻ. ഇനി നമ്മളിത് കൂട്ടി യോജിപ്പിക്കുക. ബാക്ക് പോർഷൻ വന്നാൽ ഇത് നമ്മളിത് കട്ട് ചെയ്തെടുക്കാം. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നമ്മൾ ഷോൾഡർ വിടുത്ത് കൊടുത്തിരിക്കുന്നത് 3.5 ഇഞ്ചാണ്. ഇത് 3.5 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഷോൾഡർ സ്ലോപ്പ് ഒരു 1/4 ഇഞ്ച് വിട്ടിട്ടുണ്ടാകും. അതിങ്ങനെ സ്ലോപ്പ് ചെയ്ത് കൊടുക്കാനും പറയാൻ മറന്നുപോയി. നമ്മൾ ഫ്രണ്ട് പാർട്ടാണ് മാർക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ബാക്ക് പാർട്ട് നമ്മൾ ഓൾറെഡി
വരച്ച് വെച്ചിട്ടുണ്ടല്ലോ. അപ്പം നമ്മൾ ഫ്രണ്ട് പാർട്ട് വരയ്ക്കുമ്പോൾ നമ്മൾ ഫ്രണ്ടിൽ ഈ അരയിഞ്ച് കൂട്ടണ്ട, അരയിഞ്ച് കൂട്ടാണ്ട് നമ്മൾ വേണം മാർക്ക് ചെയ്യാനായിട്ട്. ജസ്റ്റ് ഇതൊന്നിങ്ങനെ വയ്ക്കാം, അരയിഞ്ച് വിട്ടിട്ട് ജസ്റ്റ് ഇതൊന്നിങ്ങനെ പകർത്തി വരയ്ക്കാം. 3.5 ഇഞ്ചാണ് നമ്മൾ വിടുത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അത് നമ്മളിവിടെ മാർക്ക് ചെയ്യണം, അല്ലെങ്കിൽ അത് കറക്റ്റായി മാർക്ക് ചെയ്തില്ലെങ്കിൽ ശരിയാവത്തില്ല. 1/4 ഇഞ്ച് സ്ലോപ്പ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ താഴത്തോട്ട് നമ്മളിങ്ങനെ ഒരു വര അങ്ങ് വരച്ചു കൊടുക്കുക. എപ്പോഴും ഒപ്പത്തിന് വെച്ചിട്ട് വേണം വരയ്ക്കാൻ. ബ്ലാക്ക് തുണിയിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് കാണത്തില്ല. ഇങ്ങനെ വെച്ച് ജസ്റ്റ് ഒരു വര അങ്ങ് വരച്ചു കൊടുക്കാം. എന്നിട്ട് ഇതങ്ങ് എടുത്ത് മാറ്റാം. ഇനിയാണ് ബാക്കിയുള്ള പരിപാട്ടാണല്ലോ. അപ്പം നമ്മളിങ്ങനെ ഇത് മാർക്ക് ചെയ്യരുത് കേട്ടോ. ഇനി നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മളിവിടെ താഴത്തോട്ട് ഇവിടെ നമ്മൾ 3 അരയാണ് കൊടുത്തിരിക്കുന്നത്. ഈ 3 അരയിൽ തന്നെ താഴത്തോട്ട് എന്ത് മാർക്ക് ചെയ്യണം? ഫ്രണ്ട് ഡാർട്ട് മാർക്ക് ചെയ്യണം. ഡാർട്ട് മാർക്ക് ചെയ്യാനായിട്ട് നിപ്പിൾ പോയിന്റ് കണ്ടുപിടിക്കണം. നിങ്ങൾ ബോഡിയിൽ നിന്ന് മെഷർമെന്റ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ അതിനുള്ള കാൽക്കുലേഷൻ ഒക്കെ ഉണ്ട്. അതൊക്കെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ നോക്കി കേൾക്കാൻ മതി. നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് ഇവിടെ ഒരു 3.5 ഡാർട്ടിന് വേണ്ടിയിട്ടുള്ള 3 നമ്മളിവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇതും കൂടെ കൂട്ടി അങ്ങ് വരച്ചു കൊടുക്കാം. വരച്ചു കൊടുത്തില്ലേ? അതേപോലെ തന്നെ നമ്മൾ ഇവിടെയും ജസ്റ്റ് ഒന്ന് നമുക്ക് വര മനസ്സിലാവാൻ വേണ്ടിയിട്ട്, ചിലവർക്ക് പെട്ടെന്ന് അങ്ങ് മനസ്സിലാവത്തില്ല, ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കാം. നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്, ജസ്റ്റ് ലൈനും അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഇവിടെ നിന്ന് ഈ പോയിന്റിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് മുകളിലോട്ട് കയറ്റിയിട്ട് വേണം എന്ത് മാർക്ക് ചെയ്യാനായിട്ട്? ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാർക്ക് ചെയ്യാനായിട്ട്. മനസ്സിലായോ? ശരിക്കും ഇനി ഞാൻ വരച്ചത് തെറ്റിപ്പോയിക്കാണത്. ഈ ലൈനിലൂടെയാണ് വരയ്ക്കേണ്ടത് കേട്ടോ. ഈ ലൈനിൽ കൂടെയാണ് വരയ്ക്കേണ്ടത്. അപ്പൊ ഇവിടെ നിന്ന് ഈ ആദ്യം വരച്ചത് ഞാൻ തെറ്റിപ്പോയതാണ്. ഈ പോയിന്റിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് കയറ്റിയിട്ട് വേണം നമ്മൾ എന്ത് മാർക്ക് ചെയ്യാൻ? ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ലൈൻ ഇട്ട് കൊടുക്കാൻ. അപ്പൊ അതങ്ങ് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ലൈൻ ഇടാം. ഇപ്പൊ ഇങ്ങനെ സ്റ്റഡി ആയിട്ട് നിന്നാൽ പറ്റത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതൊന്നൊരു കെർവ് ചെയ്ത് നമ്മളിങ്ങനെ കൊടുക്കണം. എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതൊന്ന് കെർവ് ചെയ്ത് കൊടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടേക്ക് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇവിടേക്ക് ഒരു 1 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇനിയിപ്പോ ബ്രസ്റ്റ് സൈസ് കൂടുതലുള്ളതാണെങ്കിൽ 2 ഇഞ്ചൊക്കെ മാർക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നല്ല ഷേപ്പിൽ കിട്ടും. എന്നിട്ട് നമ്മൾ ഇത് എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഒരു 3.5 മാർക്ക് ചെയ്യാം. ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഒരു 3.5 മാർക്ക് ചെയ്യാം. ഈ പോയിന്റും യോജിപ്പിക്കാം. ഈ പോയിന്റ് യോജിപ്പിക്കാം. ഈ പോയിന്റ് യോജിപ്പിക്കുമ്പോൾ നമ്മൾ കർവ് സ്കെയിൽ ഉപയോഗിച്ച് നല്ല ഷേപ്പിൽ വരത്തക്ക രീതിയിൽ വേണം മാർക്ക് ചെയ്യാനായിട്ട്. നമ്മൾ ഈ സ്കെയിൽ ഉപയോഗിക്കായിരിക്കും നല്ലത്. എന്നിട്ട് ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ മാർക്ക് ചെയ്യാം. ഇങ്ങനെയാണ് നിൽക്കേണ്ടത്. അപ്പൊ ഇതൊരു ഒഴുക്കനെയായിട്ട് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. ഇങ്ങനെ നിൽക്കേണ്ടത്. ഇവിടെ നമ്മളൊന്ന് റൗണ്ട് ചെയ്ത് കർവ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പൊ ഷേപ്പിലേക്ക് നമ്മൾ ഷേപ്പ് ആക്കി എടുക്കണം, അതാണ് വേണ്ടത്. ഇപ്പൊ ഇവിടെ ഒരു നല്ല ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മളൊന്ന് കർവ് ചെയ്ത് കൊടുക്കാണ്. ഇവിടെ ഒരിക്കലും കൂർത്ത് നിൽക്കാൻ പാടില്ല. കൂർത്ത് ഒരിക്കലും നിൽക്കാൻ പാടില്ല. ഇങ്ങനെ റൗണ്ട് ആയിട്ട് വേണം നിൽക്കാനായിട്ട്. ഇവിടെ നമ്മൾ കൂട്ടി വരച്ചു കൊടുക്കണം കേട്ടോ. ഇപ്പൊ ഇത് ടോട്ടലി 1.5 ഇഞ്ച്. ഈ 1.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യണം കേട്ടോ. മുകളിലേക്ക് ഒരു ഹാങ് ചെയ്ത് കിടക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു 1/4 ഇഞ്ച് നമ്മളിവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ നിന്ന്
ഇങ്ങോട്ടേക്ക് ഒരു സ്ലോപ്പ് ഇട്ട് കൊടുക്കുക. 1/2 ഇഞ്ച് കൊടുത്താലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. വെയിറ്റ് കൂടുതൽ വരുന്ന ഡ്രസ്സുകൾക്കാണെങ്കിൽ ഒരു ഇഞ്ച് കൊടുക്കണമായിരിക്കും എപ്പോഴും നല്ലത്. ഇത് കട്ട് ചെയ്ത് കളയണം. അപ്പൊ ഇനി ഇത് മൊത്തം നമുക്ക് കട്ട് ചെയ്തെടുക്കണം. മനസ്സിലായില്ല? ഇനി ഇത് വേറെ പരിപാടി ഒന്നുമില്ല. പിന്നെ കട്ട് ചെയ്യണൊക്കെ മുമ്പാട് ഇവിടെ ഒരു ഇഞ്ച് കൂടുതൽ എടുത്തിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട് കേട്ടോ. ഞാനിവിടെ 1.5 ഇഞ്ച് എടുക്കുന്നുണ്ട്. എന്തിനാന്ന് വെച്ചാല് നമ്മളിത് കട്ട് ചെയ്ത് വരുമ്പോൾ എന്തെങ്കിലും ഒരു ഏറ്റക്കുറച്ചിൽ വരുമ്പോൾ അത് ബാലൻസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഇവിടെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കുറച്ച് കയറ്റിയിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട് കേട്ടോ. അതായത് നമ്മൾ ഇങ്ങനെ കയറ്റി എടുത്തിട്ട് വേണം ഇവിടെ നിന്ന് കട്ട് ചെയ്യണം. കറക്റ്റ് ഷേപ്പിൽ കട്ട് ചെയ്യരുത്. അതൊരു കാര്യം കൂടെ പറഞ്ഞു തരാനുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇതങ്ങ് മാറ്റിവിടാം. നമ്മളിവിടെ ഇതിന്റെ ഷേപ്പ് തെന്നി മാറി പോകാണ്ടിരിക്കാനായിട്ട് നമ്മൾ പിൻ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിത് കട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. ഇവിടെ നമ്മള് കട്ട് ചെയ്ത് ഈ പോർഷൻ ഇവിടെ പോർഷൻ കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മളിങ്ങനെ കയറി നിൽക്കുമ്പോൾ ഇവിടെ ഒരു ഏറ്റക്കുറച്ചിൽ വരും കണ്ടോ. ഈ ഏറ്റക്കുറച്ചില് നമ്മൾ എന്ത് ചെയ്യണം? വരച്ച് സെറ്റാക്കി കൊടുക്കണം. അപ്പൊ ഇവിടെ ഇങ്ങനെയാണ് ലൈൻ വരുന്നത്. ആ ലൈൻ നമ്മളിവിടെ നല്ല ഭംഗിക്ക് വരച്ച് സെറ്റാക്കി എടുക്കണം. അപ്പൊ മനസ്സിലായില്ല? ഇങ്ങനെ വിട്ടേന്ന് ഇങ്ങനെ കർവ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് വേണം നമ്മളത് കട്ട് ചെയ്തെടുക്കാൻ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് നമ്മളിങ്ങനെ കയറ്റി വെക്കുമ്പോൾ ഇതിൽ വ്യത്യാസം വരും. അത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത് കേട്ടോ. ഇതിങ്ങനെ തയ്ച്ച് ഇതിങ്ങനെ കൂടി തയ്ച്ച് വരുമ്പോൾ ഉണ്ടോ ഇവിടെ എന്തെങ്കിലും ചേഞ്ച് വരും. ആ ചേഞ്ച് ബാലൻസ് ചെയ്ത് പോയി കഴിഞ്ഞ ശേഷം ബാക്കിയുള്ള നമ്മൾ കട്ട് ചെയ്ത് കളയാം. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതില്ല. ഇത് നമ്മൾ നേരേക്ക് അങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ പോർഷൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചുടി സ്ലീവ് ആയിട്ട് വെക്കാനായിട്ടൊരു 29 നല്ല ചുരുക്കിൽ കിടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടോ. 29 നമ്മൾ മാർക്ക് ചെയ്യാണ്. ഇങ്ങനെ കറക്റ്റ് ഒരു വര വരച്ചു കൊടുക്കുക വെച്ചിട്ട് വേണം സ്ലീവ് കട്ട് ചെയ്യാനായിട്ട്. അവിടെ അത്ര വണ്ണമുള്ള കുട്ടികളല്ല, അത് കാരണം നമുക്ക് ചെറിയൊരു സ്ലീവ് മതിയാവും. അപ്പൊ സ്ലീവ് ഇതാ ഇങ്ങനെ വരച്ചിട്ടുണ്ടെങ്കിൽ കട്ട് ചെയ്യുമ്പോൾ കണ്ടു.
അപ്പോൾ ഞാനിത് ആദ്യം ലൈനിങ് ഞാൻ കട്ട് ചെയ്തു അംബ്രല്ലയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയാണ് വരുന്നത്. പക്ഷേ ഇതിലൊരു പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ താഴെ കൊടുത്തിരിക്കുന്ന വർക്ക് വരുന്ന മെറ്റീരിയൽ ഉണ്ടല്ലോ, അതിൻ്റെ എംബ്രോയ്ഡറി വരുന്നത് ഇവിടെ മാത്രമാണ്. നമ്മുടെ ശരിക്കും ലൈനിങ് ചെറുതായിട്ടും ഇത്രയെങ്കിലും ക്യാപ്പ് വേണമല്ലോ നമ്മുടെ ലൈനിങ്ങിന്, വർക്കിനിട്ട് ഇത്രയെങ്കിലും വർക്കുള്ളതായിരിക്കണം. പക്ഷേ ഇതിൽ ഞാൻ പറയുന്നത് മനസ്സിലാവണമെന്ന് അറിയില്ല, ഇതിൽ നമുക്ക് അങ്ങനെ ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാരണം ഇത്രയും ഭാഗം വർക്ക് വരില്ല, നമ്മളെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താലും പറ്റില്ല. ഞാൻ കുറേ നോക്കിയായിരുന്നു അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുമെന്ന്, പക്ഷെ പറ്റില്ല കേട്ടോ. അപ്പോൾ അത് കാരണം നമ്മൾ ഈ അംബ്രല്ല ചെയ്യാമെന്നുള്ളത് മാറ്റിയിട്ട് ഇത് പാനലിലേക്ക്, അപ്പോഴും ഇത് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് പാനലിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് മാറ്റാൻ പോവാണ് കേട്ടോ. പിന്നെ കാണാൻ പോകുന്നത് പാനൽ കട്ടിങ് ആണ്. നമ്മളിങ്ങനെ നീളനെ മടക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാനലിൽ വരുന്നത് 16 ലെയറാണ്, 16 ലെയേഴ്സിലാണ് ഇത് വരുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ കണക്കും കാര്യങ്ങളും പറഞ്ഞത് ഇവിടെ 4ആക്കി മടക്കിയിട്ടിരിക്കുന്ന ഡ്രസ്സ്. ഇതിൽ വേസ്റ്റ് റൗണ്ട് വരുന്നത് 26ആണ്. 26ൻ്റെ 4/1 പറയുന്നത് 6.5 പിന്നെ നമ്മൾ കൂടുതൽ ഒരു 0.5 ഇഞ്ച് ലൂസും 1 ഇഞ്ച് തയ്യൽത്തുമ്പുമാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പാനൽ ചെയ്യുമ്പോൾ ഈ ഒരു 6.5, അപ്പം നിങ്ങൾ എടുക്കണത് എത്രയോ അതിൻ്റെ 4/1, അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, 0.5 ലൂസ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം 0.5 ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 7 കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ 7 ആയിട്ട് വേണം എടുക്കാനായിട്ട്. ഇനി അഥവാ അങ്ങനെയല്ല വെച്ചാൽ എന്ത് ചെയ്യണമെന്ന് അറിയാം. അപ്പോൾ നമുക്ക് എത്രയാണോ വേസ്റ്റ് റൗണ്ട് വന്നിട്ട്, അപ്പോൾ ഇവിടെ 26 വന്നതുകൊണ്ട് അതിൻ്റെ കൂടെ +2 ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് എന്തോ അതാണ് 28. ഈ 28 നമ്മൾ യോക്ക് പോർഷൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഈ ഒരു കുട്ടിയുടെ യോക്കിൻ്റെ വേസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് 26ആണ്. 26ൻ്റെ 4/1 എന്ന് പറയുന്നത് 6.5. ഈ 6.5 ഞാനിവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ നമ്മൾ 0.5 ഒരു 1/2 ഇഞ്ച് നമ്മൾ ലൂസും കൂടെ കൊടുത്തിട്ടുണ്ട്, 1 ഇഞ്ച് തയ്യൽത്തുമ്പ് കൊടുക്കുന്നുണ്ട്. ഇതിൽ തയ്യൽത്തുമ്പ് കൂട്ടണ്ട, 6.5 + 0.5 എന്നുള്ളത് കൂട്ടിയിട്ട് 7 കിട്ടും. ഈ 7നെ 4 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ എത്ര കിട്ടും? 28 കിട്ടും. ഈ 28ആണ് നമ്മൾ യോക്ക് പോർഷനിൽ പാനൽ കട്ട് ചെയ്യുമ്പോൾ കിട്ടേണ്ടത്. ഈ 28 ഇനി നമുക്ക് അല്ലാണ്ടും കിട്ടും. ഇവിടെ ഞാൻ എഴുതിയത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ, 26 + 2, അതായത് നമ്മൾ ഈ 0.5 എന്നുള്ളത് 4 സൈഡിലും വരുമ്പോൾ ഉണ്ടല്ലോ, അപ്പം 2 സൈഡും കൂട്ടിയിട്ട് മൊത്തം 2. മനസ്സിലായി? അതായത് ഒരു സൈഡിൽ ഇതേപോലെ നമ്മൾ ഇങ്ങനെ യോക്ക് പോർഷനിൽ കട്ട് ചെയ്യില്ല. അപ്പോൾ ഈ സൈഡിലും 1/2 ഇഞ്ചും ഈ സൈഡിലും 1/2 ഇഞ്ചും പോകും. അങ്ങനെ അപ്പുറത്തെ സൈഡിലും 1/2 ഇഞ്ചും 1/2 ഇഞ്ചും പോകും. അപ്പം അങ്ങനെ ഇതും കൂടെ 1, അപ്പുറത്തെയും കൂടി 1, അങ്ങനെ 2. ആ 2ആണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ 26 + 2 28. ഈ 28 കിട്ടാൻ ഇതാണ് എളുപ്പ രീതി. ഇല്ലെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. അത് കുറച്ച് ഇരട്ടിപ്പണി. അതിൻ്റെ 4/1 കണ്ട് 4/1 കൂടെ 0.5 ചെയ്ത് അതിന് 7 കിട്ടി, 7നെ 4 കൂടി, എല്ലാം ഒന്ന് തന്നെ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണ് 28 കിട്ടുന്നത്. ഈ 28നെ നമ്മൾ ഇനി എന്ത് ചെയ്യണം? പാനൽ നമുക്ക് ഇതേപോലെ പാനൽ നമുക്ക് കണ്ടുപിടിക്കണം. ഈ പാനൽ കണ്ടുപിടിക്കാനായിട്ട് പാനലിൻ്റെ ഈ ടോപ്പ് പോർഷനും ഈ എൻഡ് പോർഷനും നമുക്ക് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാനായിട്ട് എത്രയാണോ നമുക്കിത് കൂട്ടി കിട്ടുമ്പോൾ കിട്ടണത്, ഈ 28 കിട്ടിയില്ല, ഈ 28നെ നമ്മൾ എന്ത് ചെയ്യണം? എത്ര പാനലുകളാണോ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത്രയും പാനലിൻ്റെ എണ്ണം കൊണ്ട് ഹരിക്കണം. അപ്പം ഇവിടെ ഞാൻ 28ന് 16 പാനലുകളാണ് ഞാനിത് എണ്ണി വെച്ചിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ആ 16നെ കൊണ്ട് ഹരിക്കുമ്പോൾ 1.75 കിട്ടി. ഈ 1.75 ഈ മുകളിലത്തെ വശത്ത് നമ്മൾക്ക് വരാണ്. താഴത്ത് ഈ 1.75ന് ഇൻറ്റു ചെയ്യണം 4 കൊണ്ട്. അപ്പം കിട്ടുന്നതാണ് 7 ഇവിടുത്തെ വിടുത്ത് വരേണ്ടത്. ഇതിൻ്റെ കൂടെ നിങ്ങൾ ഒരു 1/2 ഇഞ്ചും കൂടെ കൂട്ടണം. അങ്ങനെ 1 ഇഞ്ച് കൂട്ടണം. അതായത് അപ്പുറത്തെ സൈഡിൽ ഈ സൈഡിലും 1/2 പോയിട്ട് കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടേ. അപ്പോൾ ഇതിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യണം? 1 ഇഞ്ചും കൂടെ ആഡ് ചെയ്തിട്ട് വേണം മാർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2.75 കിട്ടും. ഈ 2.75 നമ്മളിവിടെ മാർക്ക് ചെയ്യേണ്ടത്. ഈ 2.75നെയാണ് 4 കൊണ്ട് ഇൻറ്റു ചെയ്യേണ്ടത്. അതായത് 2.75 × 4, അതായത് × 4 കേട്ടോ.
അപ്പോൾ കിട്ടുന്നത് 11 കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കണക്ക് കാര്യങ്ങൾ നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കും. അപ്പം നമുക്ക് കട്ടിങ്ങിലേക്ക് കിടക്കാം. ഇങ്ങനെ പേപ്പറിൽ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് വെച്ചിട്ട് നമ്മൾ വരച്ചു കൊടുക്കാം കേട്ടോ. ഇനി ചെയ്യുമ്പോൾ നമ്മൾ ഫ്രണ്ട് പോർഷനാണ് ചെയ്യാൻ പോണത്. അപ്പം ഇതും നമ്മളിതും ആദ്യം യോജിപ്പിക്കുക. രണ്ടും സെപ്പറേറ്റ് ആയിട്ട് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. ചില സമയങ്ങളിൽ നമ്മൾ കപ്പ ഫിക്സ് ചെയ്യുമ്പോൾ ആ കളർ ഇങ്ങനെ ചേഞ്ച് വരും. ഉള്ളിൽ വയ്ക്കുമ്പോൾ കളർ ഇങ്ങനെ ആയിട്ട് വരും. അങ്ങനെ വരാൻ പറ്റില്ല. അപ്പോൾ ബ്ലാക്ക് ആയിട്ട് എടുക്കണം. അപ്പം അതിന് വേണ്ടി ഫ്രണ്ട് പോർഷൻ ഫിനിഷ് ചെയ്തു. ഇനി നമ്മൾ ഇങ്ങനെ ഒരെണ്ണം സെറ്റാക്കിയിട്ടുണ്ട്. ഇത് നമ്മളിവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ നല്ല വശം ഈ നല്ല വശം കൂടെ കൂട്ടിച്ചേർത്ത് ഇങ്ങനെ വയ്ക്കാം. എന്നിട്ട് നമ്മളൊരു സ്റ്റിച്ച് ഇതിൽ കൂടെ സിംഗിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമ്മളിങ്ങനെ മടക്കി ഹെം ചെയ്ത് കൊടുക്കണം. ഇപ്പുറത്തെ വശത്തേക്ക് വരുമ്പോൾ ഹെം ചെയ്ത് കൊടുക്കണം കേട്ടോ. നന്നായി നീറ്റായിട്ട് അയൺ ചെയ്യണം മടക്കി വെച്ചിട്ട്. എനിക്ക് രാത്രിയൊക്കെ ചെയ്യണ കാരണം ചിലപ്പോൾ ഇതൊന്നും എനിക്ക് അറ്റാച്ച് ചെയ്യണത് കാണിക്കാൻ പറ്റിയിട്ടുണ്ടായില്ല കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ പെർഫെക്ഷൻ കഴിഞ്ഞ് ബാക്കും ഫ്രണ്ടും സിബ് ഇതിൽ ബാക്കിൽ സിബ് നമ്മൾ അറ്റാച്ച് ചെയ്തു. നീറ്റായിട്ട് തന്നെ നമ്മൾ ചെയ്തേട്ടാ. ഇത് ഉള്ളിലേക്ക് വരുന്ന രീതിയിലും ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ചെയ്തു. ഇതും കൂടെ ചെയ്ത് നമ്മളിത് ഷോൾഡർ ജോയിൻ ചെയ്തു. ഇപ്പം സ്ലീവ് അറ്റാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളായിരിക്കും കേട്ടോ. ഇനി പറയില്ല വെച്ചാൽ പറഞ്ഞാൽ മതി, ഞാൻ വേറെ ഡീറ്റെയിൽ ആയിട്ട് ഇടാവേ. നമ്മൾ പാനലിങ്ങനെ കട്ട് ചെയ്ത് വെച്ചതിരിപ്പുണ്ട്. ഇനി നമ്മളിത് ജോയിൻ ചെയ്യാൻ പോവാണ്. നമ്മളെല്ലാത്തിനും സീം എലമെൻറ്റ്സ് കണക്കാക്കിയിട്ടാണ് ഇത് മുറിച്ചിട്ടുള്ളത്. അപ്പോൾ അത് എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിനി അരയിഞ്ച് വെച്ചിട്ട് രണ്ടും കൂടെ യോജിപ്പിക്കുകയാണ് ചെയ്യാൻ കേട്ടോ. അതായത് അതേപോലെ നല്ല വശം ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ അരയിഞ്ച് വിട്ടിട്ട് ഇവിടെ അടിക്കണേ. അപ്പോൾ ഇത് കൈ വിട്ടിട്ട് പിടിച്ചിട്ട് അടിക്കാനുള്ള സ്റ്റാൻഡ് പൊട്ടിപ്പോയി. അത് കാരണം കൊണ്ട് എനിക്ക് ഇങ്ങനെ പറയാനേ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ സ്റ്റാൻഡ് പുതിയതൊക്കെ മേടിച്ചിട്ട് വേണം. അപ്പോൾ എങ്ങനെ ചെയ്യാം കേട്ടോ. ചെയ്ത് കാണിച്ചിട്ട് കാണിക്കാവേ. ഇത്രയ്ക്കും ചെയ്ത് തീർന്നിട്ടുണ്ട്. ഇനി യോക്കിൽ അറ്റാച്ച് ചെയ്യാനായിട്ടാണ് പോകണേട്ടോ. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ലൈനിങ് വെച്ചത് ഇതേപോലെ ഫിനിഷിങ് ചെയ്യണം കേട്ടോ. ലൈനിങ് വെച്ചിട്ട് നമ്മൾ ഇതുമായിട്ട് അറ്റാച്ച് ചെയ്യും. അതിന് ശേഷം യോക്ക് പോർഷനായിട്ട് അറ്റാച്ച് ചെയ്യും. ബാക്കി ഫൈനൽ ലുക്ക് കാണിക്കാം.